നമസ്കാരം. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ കലുഷിതമാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം. നിരപരാധികളായ നിരവധി മനുഷ്യരാണ് ഇരു രാജ്യങ്ങളിലുമായി കൊല്ലപ്പെട്ടത്. അഭിലാഷേട്ടാ, ഇതിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ മാറ്റിവെച്ചാൽ എന്താണ് നമുക്കൊരു അടിയന്തര സൊല്യൂഷൻ സാധ്യമാണോ? അല്ല, ഇപ്പോൾ സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കക്ഷികളും ആക്രമണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാതെ ഞങ്ങളൊരു ചർച്ചയ്ക്കുമില്ല എന്ന് അമേരിക്കയോട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇക്കാര്യത്തിൽ ഇന്ന് ജനീവയിൽ ഇയുവും അതുപോലെ തന്നെ ബ്രിട്ടനും ഒക്കെ ചേർന്ന് ജനീവയിൽ ഒരു ചർച്ച നടക്കുകയാണ്. പക്ഷേ അതിൽ കാര്യമായ ഒന്നും ഉരുത്തിരിവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇക്കാര്യത്തിലെ അമേരിക്കയുടെ നിലപാട് വളരെ നിർണായകമാണ്. ഈ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇസ്രായേലിന് കാര്യങ്ങൾ എളുപ്പമല്ല. ഇതിപ്പോൾ ഗാസയിൽ പട്ടിണി കിടന്ന് വലഞ്ഞ് ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന ഗാസക്കാരെ വെടിവെച്ച് കൊല്ലുന്നത് പോലെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല, അല്ലെങ്കിൽ കിടന്നുറങ്ങുന്ന നിരപരാധികളെ ബോംബിട്ട് കൊല്ലുന്ന പോലെ എളുപ്പമായിട്ടുള്ള കാര്യമല്ല. വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇസ്രായേലിൻ്റെ എനിമിയാണ് ഇറാൻ. ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ആയുധങ്ങളുടെ കേപ്പബിലിറ്റി വളരെ വ്യക്തമാണ്. ഇതിനോടകം തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെ പരാജയപ്പെടുത്തി നിരവധി സ്ട്രൈക്കുകൾ ഇറാൻ നടത്തിക്കഴിഞ്ഞു. ഫത്ത മിസൈലുകൾ വളരെ ഫലപ്രദമായ അയൺ ഡോമിനെ കീഴടക്കാൻ കഴിഞ്ഞു. സിജീൽ മിസൈലുകൾ കഴിഞ്ഞ ദിവസം പതിക്കുന്നത് നമ്മൾ കണ്ടു. ബീർഷബയിലെ ആശുപത്രി ആക്രമിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു. ബെഞ്ചമിൻ നെതന്യാഹു കല്യാണം മാറ്റി വെക്കേണ്ട എന്താ പറയുക, അതിൻ്റെ വിഷമത്തിൽ അദ്ദേഹം വർത്തമാനം പറയുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നു. ഇതിൽ കാണേണ്ട ഒരു കാര്യം എളുപ്പമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ വശം. രണ്ട്, ഇപ്പോൾ അമേരിക്ക ഇക്കാര്യത്തിലൊരു എന്താ പറയുക സ്റ്റേക്ക് ഹോൾഡറാണ്. അമേരിക്ക ഇക്കാര്യത്തിൽ മധ്യസ്ഥത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇറാൻ ഒരു തരത്തിലും ന്യൂക്ലിയർ കേപ്പബിൾ ആവാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി അമേരിക്കയ്ക്കുണ്ട് എന്ന് അമേരിക്ക വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക ഇതിലൊരു സ്റ്റേക്ക് ഹോൾഡറാണ്. അപ്പോൾ അമേരിക്ക മധ്യസ്ഥം എന്നുള്ളതിനേക്കാൾ ഇറാനെ നിരായുധീകരിക്കുക എന്ന കാര്യത്തിലാണ് ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഇതിലെ മധ്യസ്ഥ ചർച്ചകൾ നടക്കേണ്ടത് എന്ന പ്രശ്നമുണ്ട്. മറുവശത്ത് ഇറാൻ എന്ന് പറയുന്നത് നമുക്കറിയാം 1979 മുതൽ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രുവോ ഭീഷണിയോ ആണ്. ഇത് പലവട്ടം അഹമ്മദി നജാദ് ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ മാറ്റും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ടിടെ സംഭവിച്ചിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ അറിയാം. ഈ ഹോസ്റ്റിലിറ്റി ഒത്തിരി കാലമായിട്ട് തുടരുന്ന കാര്യമാണ്. അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് എത്തുന്നത് ഈ ഘട്ടത്തിലാണ്. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ സൊല്യൂഷൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഈ യുദ്ധം എത്ര നാൾ നീളും എന്നുള്ളതാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ട ആദ്യത്തെ ചോദ്യം. തീർച്ചയായിട്ടും. ആര്യ, എന്തു തോന്നുന്നു, ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത ആക്ഷൻ ഏത് തരത്തിലാവാനാണ് സാധ്യത? ഈ യുദ്ധം ഇതിനു മുൻപും എത്രയോ വർഷങ്ങളായി ഇറാൻ ഇസ്രായേൽ സംഘർഷം നടക്കുന്നു. രണ്ട് രാജ്യങ്ങൾ പക്ഷേ നേർക്കുനേർ വരുന്നത് ഇതാദ്യമായിട്ടാണ്. ഇതിനു മുൻപ് നടന്നതൊക്കെ പ്രോക്സി വാറുകളായിരുന്നു. ഇത്തവണ ഈ രണ്ട് രാജ്യങ്ങളും ഇറാനും ഇസ്രായേലും നേർക്കുനേർ വരികയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ യുദ്ധം വീറ്റോ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം അത് അമേരിക്ക മാത്രമാണ്. ഇസ്രായേൽ വിചാരിച്ചാലോ ഇറാൻ വിചാരിച്ചാലോ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇതിപ്പം ഇസ്രായേൽ പറഞ്ഞത് എന്തിനാണ് ഈ ആക്രമണം തുടങ്ങിയത്? ജൂൺ 12-ാം തീയതിയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണൻസ് ആ റിപ്പോർട്ട് നൽകുന്നത്. അതായത് 60% വാർ ഗ്രേഡ് ആയിട്ടുള്ള വെപ്പൺ ഗ്രേഡ് ആയിട്ടുള്ള യുറേനിയം ഇറാന്റെ പക്കലുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ. ആ രാത്രിക്ക് രാത്രി ഇസ്രായേൽ കയറി അങ്ങ് ആക്രമിക്കുകയാണ്. എന്തിന്? ഇതാദ്യമായിട്ടാണോ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാൻ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അറിയുന്നത്? അല്ല, അവിടെയാണ് നമ്മൾ ചരിത്രത്തിലേക്ക് പോകേണ്ടത്. 1957 ഇറാൻ ഈ ആണവ പദ്ധതികളിലേക്ക് കടക്കുന്നത്, അവരുടെ ചുവടുവെപ്പെന്ന് പറയുന്നത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ്. അന്ന് അമേരിക്കയ്ക്ക് ഇറാൻ ഒരു ആണവ രാഷ്ട്രമാക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. 1957 അമേരിക്കൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു പാവ സർക്കാർ എന്ന് പറയുന്ന മുഹമ്മദ് റസയായിരുന്നു ഇറാന്റെ ഭരണാധികാരി. അന്ന് ശീതയുദ്ധ സമയത്ത് സോവിയറ്റ് യൂണിയനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറാനെ സോവിയറ്റ് യൂണിയനെ എഗെയിൻസ്റ്റ് നിർത്തുന്നത് അത് അമേരിക്കയുടെ ആവശ്യമായിരുന്നു. അത് കഴിഞ്ഞ് 57 ആണവ റിയാക്ടർ വികസിപ്പിക്കുന്നത് ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് ഇറാൻ. അത് കഴിഞ്ഞ് ഈ ഇസ്ലാമിക് റവല്യൂഷൻ വന്നു 79-ൽ. അത് കഴിഞ്ഞ് അമേരിക്കൻ വിരുദ്ധ ചേരിയിലേക്ക് ഇറാൻ വരുമ്പോഴാണ് അമേരിക്കയ്ക്ക് പ്രശ്നമുണ്ടാകുന്നത്. ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ശരിയാണ്, ഞങ്ങളുടെ എതിർ ചേരിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തെറ്റാണ് എന്നുള്ള നിലപാടെടുക്കുമ്പോൾ അതാണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ഈ യുദ്ധം വ്യക്തമാക്കുന്നത്. അജീഷയ്ക്ക് എന്ത് തോന്നുന്നു? ഈ അടുത്ത ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്നത്തെ ഒരു പ്രസ്താവന കൂടെ പുറത്തു വന്നിട്ടുണ്ട്. 2 ആഴ്ച ഞങ്ങൾ സമയം തരികയാണ്. അതെ, 2 ആഴ്ചയ്ക്ക് ശേഷം രണ്ടിലൊന്ന് തീരുമാനിക്കാമെന്നുള്ളത്. ഒരുപക്ഷെ ട്രംപിന് മുന്നിലുള്ളൊരു ഓപ്ഷൻ ഒരു 3 എണ്ണമായിരിക്കാം. ഒന്നല്ലെങ്കിൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാവുക, അല്ലെങ്കിൽ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടെയും ഇവിടെയും ഇല്ലാത്ത ഒരു നിലപാട് തുടരുക എന്നുള്ളത്. അത് അജീഷയ്ക്ക് എന്ത് തോന്നുന്നു? ട്രംപ് 2 ആഴ്ചത്തെ കാലാവധി ചോദിച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം അമേരിക്കൻ ഭരണകൂടത്തിൽ തന്നെ ഇറാൻ ഇസ്രായേൽ വാറിൽ അമേരിക്ക ഇടപെടുന്നതിനെതിരെ വിഭിന്ന ചേരികൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ട്രംപിൻ്റെ ഏറ്റവും വലിയൊരു മൂവ്മെൻ്റാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതിൻ്റെ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ
ഒന്നാം ടേമിൽ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കനായിരുന്ന സ്റ്റീവ് ബനൻ ഇതിനെ എതിർത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം വീണ്ടും ഒരു ഇറാഖ് ആവർത്തിക്കുകയാണോ എന്നൊരു ചോദ്യത്തോടുകൂടിയാണ് അദ്ദേഹം വീണ്ടും മാധ്യമത്തോട് ഒരു സ്വകാര്യ മാധ്യമ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഒരു ഇറാഖ് ആവർത്തിക്കുകയാണോ, അങ്ങനെ അതിനെ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് ട്രംപ് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു വാറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രൈക്കിലേക്ക് ഇടപെടുകയാണെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിൽ 2 ചേരികൾ ഉണ്ടാകുമെന്നും അത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെ തന്നെ ബാധിക്കുമെന്നും പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ടാണ് ട്രംപ് 2 ആഴ്ച അല്ലെങ്കിൽ അടുത്ത ദിവസം എന്നുള്ള ഒരു ടേമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കാലാവധി വെക്കുന്നത്. കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാൻ ട്രംപിന് ഇപ്പോൾ കഴിയുന്നില്ല. നിലനിൽപ്പ് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത് അമേരിക്ക കൂടെ ഈ യുദ്ധത്തിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആവുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം ഒരുപക്ഷെ വളരെ വലുതായിരിക്കുമല്ലോ. അത് ഒരുപക്ഷെ ലോകത്തിലെ ഒരു ഘടനയെ തന്നെ മാറ്റിമറിക്കും, ഒരു രാഷ്ട്രീയ ഘടനയെ തന്നെ. അല്ല, ഈ ലോകത്തിൻ്റെ രാഷ്ട്രീയ ഘടനയുടെ കാര്യം പറയുമ്പോൾ നേരത്തെ ആര്യ പറഞ്ഞൊരു പോയിന്റുണ്ട്. 1979 വരെ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷിയായിരുന്നു ഇറാൻ. അമേരിക്കയുടെ മാത്രമല്ല, ഇസ്രയേലിൻ്റെ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായിരുന്നു ഇറാൻ. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അന്ന് ഇറാൻ ഭരിച്ചിരുന്ന പഹ്ലവി രാജവംശമാണ്. ഷാ റീസ പഹ്ലവി ഇറാൻ ഭരിക്കുന്ന സമയത്ത് ഇസ്രയേലുമായിട്ട് സാധാരണ നിലയ്ക്കുള്ള നയതന്ത്ര ബന്ധവും വ്യാപാര ബന്ധവും മാത്രമല്ല, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആയുധബന്ധവും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ന്യൂക്ലിയർ ആംസിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്. ന്യൂക്ലിയർ ആംസ് വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ ഡെവലപ്മെൻറ്റ് ഇസ്രയേലും ഇറാനും സംയുക്തമായിട്ടാണ് നടത്തിയത് 1978, അതായത് ഇസ്ലാമിക് റവല്യൂഷന് 1 വർഷം മുമ്പ്. അന്ന് ഷാ പഹ്ലവിയും അതുപോലെ തന്നെ അന്ന് ബെഗിൻ ഇസ്രായേൽ ഭരിക്കുന്ന സമയമാണ്. ഷിമോൺ പെരസാണെന്ന് ഡിഫൻസ് മിനിസ്റ്റർ. അവർ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാക്ട് ഓയിൽ ഫോർ ആംസ് എന്നാണ്. അതായത് ഇറാൻ എണ്ണ നൽകും, പകരം ഇസ്രായേൽ ആയുധം നൽകും. അന്ന് ആ കാലഘട്ടത്തിൽ സംയുക്തമായി ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയതാണ് ന്യൂക്ലിയർ കേപ്പബിൾ ആയിട്ടുള്ള മിസൈൽ. ആലോചിക്കണം. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഇസ്രായേലിനെ, ഇറാൻ ഒരു ഷിയ കൺട്രിയാണ്, ഇസ്രായേലിനെ ആ നെയ്ബർഹുഡിലുള്ള അറബ് കൺട്രീസ് മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്തുകയും അവർ, നമുക്കറിയാം 1948 മുതൽ യുദ്ധത്തിലായിരുന്നു. ഇസ്രായേൽ ഈജിപ്തുമായിട്ട് യുദ്ധത്തിലായിരുന്നു, ജോർദാനുമായിട്ട് യുദ്ധത്തിലായിരുന്നു, അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവരുടെ വിശ്വസ്തരായ സഖ്യകക്ഷി ഇറാനായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ 1979 ഇസ്ലാമിക് റവല്യൂഷൻ സംഭവിക്കുന്നു. ഏറ്റവും മുതിർന്ന ഷിയ ക്ലറിക്കായ ആയത്തുള്ള ഖമൈനി ഇറാൻ്റെ ഭരണ സാരഥ്യമേറുന്നു. അതോടുകൂടി ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറുന്നു. പിന്നെ തുടർന്ന് ഇങ്ങോട്ടുള്ള കാലം സാക്ഷ്യം വഹിച്ചത് ഒരു ഐഡിയോളജിക്കലായ എനിമിയായിട്ട് ഇസ്രായേലിനെ ഇറാൻ കാണാൻ തുടങ്ങുന്നത് ഇസ്ലാമിക് റവല്യൂഷൻ മുതലാണ്. അതിന് കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ പുണ്യസ്ഥാനമായ ജെറൂസലേമിൽ സിയോണിസ്റ്റ് അധിനിവേശം ഉള്ളിടത്തോളം കാലം ഇസ്രായേൽ ഞങ്ങളുടെ ശത്രുവായിരിക്കും എന്നാണ് ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇറാൻ പ്രഖ്യാപിച്ചത്. ആ ബാറ്റിലാണ് ഇപ്പോഴും തുടരുന്നത്. നമ്മൾ ഇറാനെ വിശേഷിപ്പിക്കുന്നത് തന്നെ, സ്ട്രാറ്റജിക്കായി വിശേഷിപ്പിക്കുന്നത് തന്നെ പേർഷ്യൻ ഒക്ടോപ്പസ് എന്നാണ്. കാരണം ഈ ഒക്ടോപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീരാളിയുടെ തല ആണ് ഇറാൻ, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ കൈകളാണ്. ഈ കൈകൾ എന്ന് പറയുമ്പോൾ അതിൽ ലെബനനിൽ രൂപം കൊണ്ടുള്ള ഹിസ്ബുള്ള വരും, സിറിയയിലെ അന്നത്തെ ബാത്തിസ്റ്റ് ഭരണകൂടം വരും, അതുപോലെ തന്നെ ഹമാസ് ശരിക്കും ഒരു സുന്നി മിലീഷ്യയാണ് എങ്കിൽ പോലും ശരിക്കും ഇറാനാണ്, മറ്റ് അറബ് രാഷ്ട്രങ്ങളിലെ ഇറാനാണ് അതിനെ ഫണ്ട് ചെയ്യുകയും അതിനെ പരിപോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഹൂത്തികൾ ഇതേമാതിരി ഈ പറഞ്ഞ നീരാളിയുടെ കൈകളിൽ ഒന്നാണ്. ഇപ്പോൾ ഇസ്രായേൽ ചെയ്തത് ആദ്യം ഈ കൈകളെല്ലാം ഛേദിക്കുകയും പിന്നീട് തലയെ ലക്ഷ്യം വെക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. നമുക്കതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ 1982 ഇസ്രായേൽ ലെബനൻ ആക്രമിക്കുന്ന സമയത്ത് ആണ്, അതിനുശേഷമാണ് ഹിസ്ബുള്ള രൂപം കൊള്ളുന്നത്. ആ ഹിസ്ബുള്ള ഇറാൻ്റെ, അതായത് ഹിസ്ബുള്ള എന്ന് പറയുന്നൊരു ഷിയ മിലീഷ്യയാണ്. ഇറാൻ്റെ പിന്തുണയോടുകൂടി ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് തന്നെയാണ് ഈ ഹിസ്ബുള്ളയ്ക്ക് ഒരു സുരക്ഷിത കവചം ഉണ്ടാക്കുകയും ഹിസ്ബുള്ളയെ വളർത്തുകയും ചെയ്തത്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള ഫൈറ്റുകൾ പല തവണ നടന്നിട്ടുണ്ട്. അലി മൂസാവിയെ 92 ഇസ്രായേൽ കൊലപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് 2024 ഒക്ടോബർ 1 ഹസൻ നസറലെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലുമായി യുദ്ധം ചെയ്യുകയായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ഇസ്രായേലിൻ്റെ ഇൻട്രസ്റ്റുകളെ ഇറാൻ്റെ മറ്റു പ്രോക്സികൾ ലക്ഷ്യം വയ്ക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു പ്രോക്സി വാർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലിപ്പോൾ ഈ സമീപകാലത്ത് ഇസ്രായേൽ ചെയ്ത് നോക്കണം, ഗാസയെ നാമാവശേഷമാക്കി. ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം ഇസ്മായിൽ ഹാനിയെ കൊലപ്പെടുത്തി, യഹിയ സിൻവറിനെ കൊലപ്പെടുത്തി, മഹ്മൂദ് സിൻവറിനെ കൊലപ്പെടുത്തി. അങ്ങനെ ഹമാസിൻ്റെ നേതൃത്വത്തെ ആകെ ഇസ്രായേൽ നാമാവശേഷമാക്കി. ലെബനനിലേക്ക് കയറി, ലെബനനിൽ ഹിസ്ബുള്ളയെ നാമാവശേഷമാക്കി, ഹസൻ നസറലയെ കൊലപ്പെടുത്തി. സിറിയയിൽ ഭരണമാറ്റം വന്നു, ഡമാസ്കസിൽ ഭരണം മാറി. ഇങ്ങനെ ചുറ്റുമുള്ള ഈ പറയുന്ന നീരാളികളുടെ കരങ്ങളെല്ലാം ഛേദിച്ചതിന് ശേഷം ഇറാനെ നേരിട്ട് ലക്ഷ്യം വെക്കുകയാണ്. അത് എത്രമാത്രം ഫലപ്രദമാകും എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഒരു മിലീഷ്യ മാത്രമാണ്. ഹമാസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഈ ഗാസ എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് മാത്രം സ്വാധീനമുള്ള ശക്തിയാണ്. ഇറാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇറാൻ്റെ പാരമ്പര്യം, ഇറാൻ്റെ ശക്തി എന്ന് പറയുന്നത് പുറം ലോകം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് പോലുള്ളൂ. ഇറാൻ്റെ മിസൈൽ കേപ്പബിലിറ്റീസ് പോലും 100% പുറം ലോകം മനസ്സിലാക്കിയിട്ടില്ല. അവർക്ക് എത്രമാത്രം പ്രഹരശേഷിയുള്ള ആയുധങ്ങളുണ്ട്. ഇതിനോടകം തന്നെ ഇപ്പോൾ
ന്യൂക്ലിയർ കേപ്പബിൾ ആണോ ഇറാൻ എന്നുള്ള കാര്യത്തിൽ 15-ലധികം ബോംബുകൾ നിർമ്മിക്കാനുള്ള യുറേനിയം, സമ്പുഷ്ടീകൃത യുറേനിയം ഇറാൻ്റെ കയ്യിലുണ്ട് എന്നാണല്ലോ പറയുന്നത്. അതിനപ്പുറത്ത് അവർക്ക് യഥാർത്ഥത്തിൽ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടോ എന്ന് 100% ലോകത്തിന് അറിയില്ലല്ലോ. അപ്പോൾ ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സെനാരിയോ ആണ്. ഇതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ആര്യ, ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രധാനമായി ഉന്നയിച്ചൊരു വിഷയമാണ് ഈ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപും പാക് സൈനിക തലവൻ അസീം മുനീറുമായി പ്രത്യേകിച്ച് ഒരു ചർച്ച നടക്കുകയുണ്ടായി. ഒരുപക്ഷെ ഈ പാകിസ്ഥാനിലെ ഇറാനുമായുള്ള ലൊക്കേഷൻ്റെ ആ സ്ട്രാറ്റജിക്കായ വാല്യൂ കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണോ ആ ഒരു ചർച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപ് തയ്യാറായത്? അതിനോട് ചേർത്ത് പറയാനുള്ളത്, ഇപ്പം ഇസ്രായേൽ പറയുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ഇസ്രായേലി ആക്രമണം നടത്താൻ പറയുന്ന ഒരു സിറ്റുവേഷൻ, അത് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നാളെ ഒരു പക്ഷേ ഇറാൻ ആണവായുധം ഉണ്ടാക്കിയേക്കാം, സാധ്യതയാണ്. അത് കഴിഞ്ഞ് ആണവായുധം ഉണ്ടാക്കിയാൽ ഞങ്ങളെ ആക്രമിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ എന്നുള്ളൊരു രാഷ്ട്രത്തിന് എക്സിസ്റ്റൻസിൽ, ഇതെല്ലാം ഒരു ഹൈപ്പോത്തറ്റിക്കലായ സിറ്റുവേഷനാണ്. പക്ഷേ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടല്ലാത്ത ശരിക്കും ഒരു വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ അമേരിക്കയും ഇസ്രായേലും പറയുന്ന തിയറി അനുസരിച്ചാണെങ്കിൽ അവർ ആക്രമിക്കേണ്ട രാജ്യം ഏതാണ്? അത് പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട്. അത് സ്ഥിരീകരിച്ച കാര്യമാണ്. ഷാഗായിൽ ആണവ വിസ്ഫോടനം നടന്നത് ലോകം മുഴുവൻ കണ്ടതാണ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രായേലും തയ്യാറാകാത്ത? ആ ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് ഉയരുന്നത്? ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഇന്നലെ ഡയറക്ടർ ജനറൽ പറഞ്ഞ കാര്യം എന്താണ്? 20 വർഷത്തിനിടെ ഇത് ആദ്യമായിട്ടാണ് ഈ യുറേനിയൻ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ മാറ്റം ഇറാന്റെ ചെറിയ മാറ്റം വന്നു എന്ന് മാത്രമേ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കാണ് ഇസ്രായേൽ ഈ രീതിയിൽ ആക്രമിച്ചിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു? ഒന്ന്, നയതന്ത്ര ചർച്ച നടത്താമായിരുന്നു, ഡിപ്ലോമാറ്റിക് ലെവലിൽ ചർച്ച നടത്താമായിരുന്നു. ചെയ്തോ? ഇല്ല. ലോകരാജ്യങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്തോ? ഇല്ല. 2, എക്കണോമിക് സാങ്ഷൻസ് കൊണ്ടുവരാമായിരുന്നു, സാമ്പത്തികപരമായി ഉപരോധിക്കാമായിരുന്നു ഇറാനെ. അതും ചെയ്തില്ല. അത് കഴിഞ്ഞ് 3ാമത് ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുണ്ട്. ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണമെങ്കിൽ മിലിറ്ററി ആക്ഷൻ എടുക്കാൻ കഴിയും. ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ NPT-യിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് ആണവ നിർവ്യാപന കരാറിൽ നിന്ന് ഇറാൻ പിന്മാറാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ്? ആണവ റിയാക്ടർ തകർത്തുവെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ അവകാശപ്പെടുകയാണ്. അത് ഈ കരാർ ലംഘനമല്ലേ? മനുഷ്യരാശിക്ക് ഒരു ശരശയ്യ ഒരുക്കുന്ന കാര്യമല്ലേ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത്? അപ്പോൾ ഇസ്രായേലും അമേരിക്കയും പറയുന്ന തിയറി അനുസരിച്ചാണെങ്കിൽ അവർ ആദ്യം ആക്രമിക്കേണ്ടത് ഇറാനല്ല. കാരണം ഇറാന്റെ കയ്യിൽ ഒരുപക്ഷെ നാളെ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. പിന്നെ ഇറാൻ ആണവ ആയുധം വികസിപ്പിക്കാമല്ലോ. കാരണം അതെന്തുകൊണ്ടാണ് അതിൽ ലോജിക്കില്ലായ്മയുള്ളത്? കാരണം ഇറാന്റെ ശത്രു രാജ്യമാണ് ഇസ്രായേലിന്റെ പക്കൽ ആണവായുധമുണ്ട്. ഇന്ത്യയുടെ കാര്യം എടുക്കും. 98-ൽ നമ്മൾ ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് AB വാജ്പേയി എന്താണ് കത്തിലയച്ചത്? ചൈന ഞങ്ങൾ യുദ്ധം നടത്തിയ ഒരു രാജ്യമാണ്, ഞങ്ങളുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്, അപ്പോൾ ഞങ്ങൾക്ക് ആ ഭീഷണിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആണവ പരീക്ഷണം നടത്തി. ആ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറാന് ആണവായുധം വികസിപ്പിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ഇന്ത്യയുടെ കാര്യം പറഞ്ഞപ്പോൾ കൂടിയാണ് ഇന്ത്യയുടെ ഒരു നിലപാട്. നിലവിൽ ഒരുപക്ഷെ സമാധാനം എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഒരു ക്ലാഷിലേക്ക് വന്നാൽ, ഒരു ഓപ്പൺ ഫൈറ്റിലേക്ക് അമേരിക്കയും ഇസ്രായേലും ഇറാനും ഇൻവോൾവ് ചെയ്തൊരു ഫുൾ ഫ്ലഡ്ജഡ് ആയ ഒരു വാറിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ഒരു നിലപാട് അതിൽ ഏത് തരത്തിലായിരിക്കും? ഇന്ത്യയുടെ പരമ്പരാഗത നിലപാട് ഇറാനൊപ്പമാണ്. കാരണം ഇറാൻ ഇന്ത്യയുടെ വ്യാപാര പങ്കാളിയാണ്. ഇപ്പോഴും ചബ്ഹാർ പോർട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമീപകാലത്ത് വന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ചെറിയ തോതിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ റീഷേപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും പരമ്പരാഗതമായി പഴയ ലോകക്രമം എടുത്താൽ ഇറാൻ, സോവിയറ്റ് യൂണിയൻ ഇപ്പോഴില്ല, ഇപ്പോൾ റഷ്യയാണുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞു ഈ സിറ്റുവേഷൻ. അതെ, ഇന്ത്യയുടെ പരമ്പരാഗത പങ്കാളിയാണ്. എന്ന് മാത്രമല്ല, നോക്കൂ, നമ്മൾ ഇസ്രായേൽ ബന്ധത്തിൻ്റെ ചരിത്രത്തിൽ 1948-ൽ ഇസ്രായേൽ അംഗീകൃതമായപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തിനെതിരെ ആകെ 13 രാഷ്ട്രങ്ങളെ എതിർപ്പറിയിച്ചിട്ടുള്ളൂ. ആ 13 രാഷ്ട്രങ്ങളിൽ ഒന്ന് ജനിച്ച് മാസങ്ങൾ മാത്രമായിട്ടുള്ള ഇന്ത്യയാണ് എന്ന് ആലോചിക്കണം. ബാക്കിയുള്ളത് അറബ് രാഷ്ട്രങ്ങളുമാണ്. ഇന്ത്യയും യൂഗോസ്ലോവിയയുമാണ് ഈ അറബ് വേൾഡിന് പുറത്ത് ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാജ്യം. അതേസമയമോ പലസ്തീൻ രൂപീകരിച്ചതിന് ശേഷം പലസ്തീനെ അംഗീകരിച്ച PLOയെ റെക്കഗ്നൈസ് ചെയ്ത ആദ്യത്തെ നോൺ അറബ് കൺട്രി ഇന്ത്യയാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സമ്പൂർണ്ണ റിലേഷൻസ് വരുന്നത് പോലും, അതായത് പൂർണ്ണ നയതന്ത്ര ബന്ധം വരുന്നത് പോലും 1992-ൽ മാത്രമാണ്. അത്രയും കാലം ഇസ്രായേലുമായി ഭാഗിക നയതന്ത്ര ബന്ധം മാത്രമേ ഇന്ത്യക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഇസ്രായേൽ ഇൻവോൾവ് ആയിരിക്കുന്ന കോൺഫ്ലിക്റ്റുകളിൽ എപ്പോഴും ഇന്ത്യയുടെ നിലപാട് പ്രോ പലസ്തീനാണ്. ഈവൻ നമ്മളിപ്പോൾ ഈ ആധുനിക കാലത്ത്, ഇപ്പോൾ October 7 ശേഷം ഗാസ പലവട്ടം ആക്രമിച്ചുവല്ലോ, ഇസ്രായേൽ പലവട്ടം ആക്രമിച്ചുവല്ലോ. അപ്പോൾ അവിടെയുള്ള ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂവിൽ, അതായത് അവിടെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു
എന്ന നിലയിൽ ഇന്ത്യ UN-ൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ 2 സന്ദർഭങ്ങളിൽ ഇസ്രായേൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുവെന്ന് പൊതുവേദികളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഫോറിൻ പോളിസി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് തുടർച്ചയുള്ള ഒന്നാണ്. ശരിയാണ് ഇപ്പോൾ ചെറിയ പ്രിഫറൻസുകളിൽ മാറ്റമുണ്ടെങ്കിൽ പോലും സമ്പൂർണ്ണമായി ഇന്ത്യൻ ഫോറിൻ പോളിസി എന്നുള്ളത് തലകീഴായി മറഞ്ഞിട്ടില്ല. അപ്പോൾ ഇറാൻ ഇന്ത്യയെ സംബന്ധിച്ച് തന്ത്രപ്രധാന വ്യാപാര പങ്കാളിയാണ്, റഷ്യ ഇന്ത്യയുടെ സുഹൃത്താണ്. അതേസമയം തന്നെ നോക്കൂ, പാകിസ്ഥാൻ അമേരിക്ക ബന്ധം എന്ന് പറയുന്നത് ചരിത്രപരമാണ്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്, ചരിത്രപരമാണ്. ഇപ്പോൾ ഒരു ഇടവേള ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബന്ധം അമേരിക്കയ്ക്ക് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുണ്ട്. നോക്കൂ, അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു മീറ്റിംഗ് ഹോൾഡ് ചെയ്യുമ്പോൾ അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. ഒരു രാജ്യത്തെ സൈനിക മേധാവി അമേരിക്കൻ പ്രസിഡന്റ് ഹോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ആശ്ചര്യജനകമായ കാര്യമാണ്. ആ നിലയിലാണ് പ്രസിഡന്റിന് വേണമെങ്കിൽ ഡ്രോപ്പ് ഇൻ ചെയ്യാം. അതിനപ്പുറത്ത് ഡൊണാൾഡ് ട്രംപ് അസീം മുനീറിനെ ഹോസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ചരിത്രത്തിലില്ലാത്ത കാര്യമാണ്. അത് വലിയൊരു പാകിസ്ഥാനെ അത്രമേൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പങ്കാളിയായി അമേരിക്ക കാണുന്നതുകൊണ്ടാണ്. നമ്മളിങ്ങനെ പരമ്പരാഗതമായ ലൈൻസിൽ നോക്കുമ്പോൾ ഇറാനാണ് ഇന്ത്യയുടെ പങ്കാളി. തീർച്ചയായിട്ടും. അജീഷ, ഒരുപക്ഷെ ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലും ഒന്ന് വിറച്ചു എന്നതിൽ കവിഞ്ഞ് കാര്യമായ നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. വിഖ്യാതമായ മിസൈൽ പ്രതിരോധ സംവിധാനമൊക്കെ പാളിപ്പോകുന്ന ഒരു കാഴ്ചയും ഈ യുദ്ധത്തിലുടനീളം, ഈ കഴിഞ്ഞ ഒരാഴ്ചയിലുടനീളം കണ്ടു. നിരവധി പേർക്ക് ഇസ്രായേലിലും ജീവനഷ്ടമായി, വലിയ തോതിൽ കെട്ടിടങ്ങളും അടക്കം തകർന്നുണ്ട്. ഒരുപക്ഷെ ഇസ്രായേൽ ഇത്ര വലിയൊരു അടി പ്രതീക്ഷിച്ചിരുന്നു? ഇത്ര വലിയ അടി തീർച്ചയായും പ്രതീക്ഷിച്ച് കാണില്ല. കഴിഞ്ഞ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 1-ലും 2-ലും ഇറാൻ ഒരു നേരിയ തോതിലുള്ള ഒരു തിരിച്ചടി നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും രൂക്ഷമായ വാറിലേക്ക് മാറിയിട്ടില്ല. പക്ഷേ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3-ലേക്ക് വരുന്ന സമയത്ത് ആയത്തുള്ള അലി ഖമീനി പറയുന്നുണ്ട്, എന്ത് തന്നെ ആയാലും ലക്ഷ്യം കാണുന്നത് വരെ. ഒരു വശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, തങ്ങളുടെ ലക്ഷ്യം തങ്ങളുടെ സുരക്ഷയാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ഞങ്ങളുടെ പ്രധാനം, ആ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് വരെ ഇറാനെ ആക്രമിക്കുമെന്നും നെതന്യാഹു പറയുമ്പോൾ, അതേ മറുഭാഗത്തു നിന്നും ആയത്തുള്ള അലി ഖമേനിയും അല്ലെങ്കിൽ ഇറാൻ പ്രസിഡന്റും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്, ഞങ്ങൾ തിരിച്ചടിക്കും. ഇതുവരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ പോലെയല്ല, പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ തിരിച്ചടി അതിഭയാനകമായിരിക്കുമെന്ന് ആയത്തുള്ള അലി ഖമേനി ആദ്യ ഘട്ടം മുതലേ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു അവസരത്തിൽ ചേർത്ത് വയ്ക്കപ്പെടേണ്ട മറ്റൊരു കാര്യം, മധ്യസ്ഥ ചർച്ചയ്ക്ക് റഷ്യ കൂടി കളത്തിലിറങ്ങാൻ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇറാന് തങ്ങളുടെ ആണവ ശേഷി നിലനിർത്തിക്കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ് നിലനിർത്തിക്കൊണ്ടും അതേസമയം ഇസ്രയേലിന് ഭീഷണിയില്ലാത്ത രീതിയിൽ ഈ ഒരു സമാധാന കരാർ പുടിൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏറ്റവും രൂക്ഷമായ അതീവ ഗൗരവകരമായ സാഹചര്യമാണ് ഇരു രാജ്യങ്ങൾക്കിടയിലുള്ളതെങ്കിൽ പോലും ഒരു സമാധാന കരാർ പുടിൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയത്ത് ട്രംപ് യുക്രൈൻ റഷ്യ വാർ എന്തായി എന്നുള്ള രീതിയിൽ തിരിച്ചു ചോദിച്ചുകൊണ്ടാണ് അതിനെ ബ്രേക്ക് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇറാനിൻ്റെ പക്കൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നതോടുകൂടിയാണ് അമേരിക്കയ്ക്കും നമ്മുടെ ഇസ്രയേലിനും ഇടയിലുള്ള ഒരു ഭയാശങ്ക ഉടലെടുക്കുന്നത്. അതിന് പിന്നീട് ഇറാനെതിരെ ഉപരോധം ഓൾറെഡി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അവർക്കൊരു മാർഗമില്ലാത്ത അവസ്ഥയിലാണ് ഇസ്രയേൽ ഒരു എയർ സ്ട്രൈക്കിലേക്ക്, ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇസ്രയേലിന് തങ്ങളുടെ അതിജീവനത്തിൻ്റെ മാർഗമായിട്ടാണ് ഇതിനെ കാണുന്നത്. എന്ന് മാത്രമല്ല, ഇറാനിയൻ ജനതയോട് തങ്ങളോടൊപ്പം പങ്കുചേരുവാനും ഇറാനിൽ നിൽക്കുന്ന ഭരണകൂടത്തെ താഴെ ഇറക്കിക്കൊണ്ട് ഒരു വിശാലമായ അല്ലെങ്കിൽ ഇറാന്റെ സ്വപ്നത്തിലുള്ള ഇസ്രയേലിന്റെ സ്വപ്നത്തിലുള്ള ഇറാനെ വാർത്തെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് നെതന്യാഹുവിനെ നമ്മൾ ഈ സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട്. അവിടെ ഈ ചൂണ്ടിക്കാണിക്കുമ്പോൾ അമേരിക്ക കൂടി കളത്തിലിറങ്ങിയാൽ എന്ത് സംഭവിക്കും? അമേരിക്ക ഈ യുദ്ധത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അമേരിക്ക ഇറാൻ ടെൻഷൻ നോക്കൂ. ഖാസം സുലൈമാനി ഖുദ്സ് ബ്രിഗേഡിൻ്റെ തലവനാണ്. സുലൈമാനി കൊല്ലപ്പെടുന്നത് ബാഗ്ദാദിൽ വെച്ചാണ്, കൊല്ലുന്നത് അമേരിക്കയാണ്. അതിനോട് ഇറാൻ റെസ്പോണ്ട് ചെയ്യുന്നത് ഇറാഖിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് മിസൈലുകൾ തൊടുത്താണ്. അപ്പോൾ അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കാളിയാവുകയാണെങ്കിൽ ഇറാൻ ഭൂഖണ്ഡാന്തര മിസൈലുകൾ അമേരിക്കയിലേക്ക് അയക്കുകയല്ല ചെയ്യുക. ഈ മധ്യപൂർവ്വ ദേശത്ത് വെസ്റ്റ് ഏഷ്യയിൽ 19 സൈനിക താവളങ്ങളുണ്ട് അമേരിക്കയെ സംബന്ധിച്ച്. അത് നമ്മുടെ മലയാളികളൊക്കെ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലടക്കമാണ് ഈ താവളങ്ങൾ, അമേരിക്കയുടെ ബേസുകളുള്ളത്. അപ്പോൾ അമേരിക്ക കൂടി യുദ്ധത്തിൽ പങ്കാളിയാവുകയാണെങ്കിൽ ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത് അമേരിക്കയുടെ ആ സൈനിക താവളങ്ങളെ ആയിരിക്കും. അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് ആ മേഖല ആകെ യുദ്ധത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. നമുക്കറിയാം, അറബ് രാഷ്ട്രങ്ങൾക്ക് അമേരിക്കയുമായി തന്ത്രപ്രധാനമായ സഖ്യമുണ്ട്. പല
ചരിത്രപരമായി തന്നെ തന്ത്രപ്രധാനമായ സഖ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വിവിധ സൈനിക താവളങ്ങൾ, സൈനിക ക്യാമ്പുകൾ വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളായി, വിവിധ അറബ് രാഷ്ട്രങ്ങളിലായി ഉണ്ട്. അപ്പോൾ അറ്റാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ, അമേരിക്ക കൂടി ഈ യുദ്ധത്തിൽ പങ്കാളിയാവുകയാണ് എങ്കിൽ ഇറാൻ തിരിച്ചടിക്കുക അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്കായിരിക്കും. അവ സ്ഥിതി ചെയ്യുന്നത് അറബ് രാഷ്ട്രങ്ങളിലാണ്. മേഖലയാകെ അങ്ങേയറ്റം യുദ്ധകലുഷിതമാകും. നമുക്ക് ഏറ്റവും ഓർമ്മയുള്ള 2 ഗൾഫ് യുദ്ധങ്ങൾ 1980 മുതൽ 88 വരെ ഇറാഖ് യുദ്ധവും പിന്നീട് നടന്ന ഇറാഖ് കുവൈറ്റ് യുദ്ധവുമാണ്. അതിനേക്കാൾ ഭീഷണമായ പുതിയ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ആയുധങ്ങൾ കൂടി ഉൾപ്പെട്ട അതിനേക്കാൾ ഭീഷണമായ വലിയൊരു മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഏറെ ശ്രമകരമായ നിലയിലാണ് ഈ ന്യൂക്ലിയർ ഡീൽ ഉണ്ടാക്കിയത്. അത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹമാണ് സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹം വീറ്റോ ചെയ്ത് അമേരിക്കയാണ് ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോയത്. അങ്ങനെ ഈ പ്രശ്നത്തിൻ്റെ എന്താ പറയുക, ഈ പാൻഡോറയുടെ പെട്ടി തുറന്ന ആൾ ഡൊണാൾഡ് ട്രംപാണ്. ഇനി വീണ്ടും അമേരിക്കയെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിട്ട് ആ മേഖലയാകെ ഭീഷണമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാതിരിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ട്രംപിനെ സംബന്ധിച്ചുണ്ട്. അതിന് അദ്ദേഹത്തിന് ഡൊമസ്റ്റിക് പ്രഷർ കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഇക്കാര്യത്തിൽ അനുകൂലമായ സമീപനം ആയിരിക്കില്ല, അമേരിക്കയ്ക്ക് അനുകൂലമായ സമീപനം ആയിരിക്കില്ല സ്വീകരിക്കുക. അവർക്ക് സ്വാഭാവികമായും പ്രശ്നം. ഇപ്പോൾ ഡേവിഡ് ലാമി അല്പസമയം മുമ്പ് ജനീവയിൽ എത്തിയ വാർത്ത ഇപ്പോൾ BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അമേരിക്ക ആലോചിച്ച് മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഈ യുദ്ധം അതിൻ്റെ ഏറ്റവും ഭയാനകമായ മാനത്തിലേക്ക് വ്യാപിപ്പിക്കണോ എന്നുള്ളത്. തീർച്ചയായിട്ടും ആര്യ, ഒരുപക്ഷെ നമ്മൾ ഈ വാർത്തകളിലൂടെ അല്ലെങ്കിൽ റിപ്പോർട്ട്സിലൂടെ, അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിവരങ്ങളിലൂടെയൊക്കെ വരുന്ന വിവരങ്ങളുടെ എത്രയോ മടങ്ങ് അധികം രൂക്ഷമായിരിക്കാം ആ ഇസ്രായേലിലെയും ഇറാനിലെയും സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഈ യുദ്ധം മൂലമുണ്ടായ ദുരിതങ്ങൾ. അത് ഒരുപക്ഷെ ഒരു മാനുഷിക തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഒരു തീവ്രത എത്രത്തോളമാണ് ഈ രാജ്യങ്ങളിൽ? ഇപ്പം നേരത്തെ ഇവിടെ എല്ലാവരും ഇസ്രായേൽ എക്സ്പെക്ട് ചെയ്യാത്തൊരു അറ്റാക്ക് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇറാൻ എത്ര ദിവസം ഇങ്ങനെ ഒറ്റയ്ക്ക് പോരാടി നിൽക്കാൻ കഴിയുമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പം ജൂൺ 13-ാം തീയതി, ഇന്നിപ്പം 9-ാം ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ സംഘർഷത്തിൻ്റെ. ഇത്ര ദിവസമായി, ഇപ്പം ഈ പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ, നേരത്തെ പറഞ്ഞു ഹമാസിനെ കുറിച്ചും ഹിസ്ബുള്ളയെ കുറിച്ചൊക്കെ പറഞ്ഞു, പതിറ്റാണ്ടുകളായി ഇറാൻ സായുധ സംഘടനകൾ സഖ്യകക്ഷികളായി അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ഹമാസ് ഉണ്ട്, ഗാസയിലെ ഹമാസ് ഉണ്ട്, ഇറാഖിലെ ഷിയ മിലിഷ്യയുണ്ട്, യമനിൽ ഹൂത്തികളുണ്ട്. ഇത്രയും ദിവസമായിട്ടും ഈ ഇസ്രയേൽ ഇറാന്റെ ആകാശത്ത് തീമഴ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വെടി, പേരിന് പോലും ഒരു വെടിയുണ്ട്, ഒരു മിസൈലും ഹമാസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഇസ്രയേലിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞ പോലെ അവരെല്ലാം ഇല്ലാതാക്കിയാണ് അടുത്ത അറ്റാക്ക് ഇറാനിലേക്ക് വന്നത്. അപ്പോൾ ഇറാൻ ഒറ്റയ്ക്ക് പോരാടി നിൽക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ ഇറാനെ ആര് സഹായിക്കും? അപ്പം ഇറാൻ മിലിറ്ററി എന്ന് പറയുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയാണ് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളും ഇസ്രയേലിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ നൽകുന്നത് റഷ്യൻ പ്രസിഡന്റായ വ്ളാദിമിർ പുടിന്റെ സ്റ്റേറ്റ്മെന്റ്സിനാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതായത് പുടിനിൽ ഇറാൻ ഒരു പ്രതീക്ഷയുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പം പുടിൻ ഇന്നലെ മധ്യസ്ഥത വഹിക്കാം, ഒരുപക്ഷെ സമാധാന കരാറൊക്കെ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ട്രംപ് പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ ഒരു യുദ്ധം മറുഭാഗത്തുണ്ട്. അത് തീർക്കാതെ റഷ്യക്ക് ഇവിടെ വന്ന് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഭാഗമാകാൻ കഴിയുമോ? ഇല്ല. ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റിൽ എന്തായാലും റഷ്യ വരില്ല, ചൈന വരുമോ? ചൈനയ്ക്ക് ഇറാനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ശരിയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാന്റെ എണ്ണ കയറ്റുമതിയിൽ 90% പോകുന്നത് ചൈനയിലേക്കാണ്. അപ്പം ഇറാനെ സംബന്ധിച്ച് ചൈനയുടെ ഒരു ഹെൽപ്പ് ഉണ്ടാകുമായിരിക്കും, ആയുധങ്ങൾ നൽകുമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഈ അറ്റാക്കിന് ശേഷം തന്നെ ചില രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് 3 യുദ്ധവിമാനങ്ങൾ ബോയിങ് 747 ചൈനയിൽ നിന്ന് പറന്നു. അത് ഉസ്ബെക്കിസ്ഥാൻ വഴി, അത് കഴിഞ്ഞ് പിന്നെ റഡാറിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ അത് ഇറാനിലേക്ക് യുദ്ധ ഉപകരണങ്ങളുമായി പോയതാണെന്ന് ചില റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. ചൈന ആയുധം നൽകി സഹായിക്കുമായിരിക്കും, അതല്ലാതെ ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് അവർ വരുമോ? വരാൻ കഴിയില്ല. കാരണം ചൈന ഡയറക്റ്റ് ഫൈറ്റിലേക്ക് വന്നാൽ അമേരിക്കയും വരും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് 2 രാജ്യങ്ങളും സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സാണ്. അപ്പം നിഷ്പക്ഷ നിലപാടായിരിക്കും ഇന്ത്യ സ്വീകരിക്കാം. അപ്പോൾ ആര് എന്നുള്ള ചോദ്യമുണ്ട്. സായുധ സംഘടനകൾ ഇപ്പോൾ ഇറാന്റെ കൂടെ നിൽക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ആദ്യത്തെ ദിവസം നടന്ന അറ്റാക്കിൽ ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യത്തെ ഹിറ്റ് ഇറാൻ കിട്ടിയിരിക്കുന്നത് അവർക്ക് അകത്ത് നിന്നാണ്. അപ്പം മൊസാദ് ഇറാൻ അകത്ത് കയറി കൃത്യമായി അവർ വല വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാർ ബോംബ് സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായത് അവിടെ നിന്നാണ്. ഇറാൻ റെജീം ചേഞ്ച് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവരെ കണ്ടെത്തി മൊസാദ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഇവിടെ ഇപ്പോൾ ആര്യ പറഞ്ഞല്ലോ 8 ദിവസമായി, എത്ര ദിവസം പിടിച്ചു നിൽക്കും എന്ന്. ഇപ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് പോയാൽ, ഇതിനു മുമ്പ് ഇസ്രയേൽ 2006 ലെബനൻ ആക്രമിച്ചു. എന്ന് പറയുമ്പോൾ ലെബനനിലെ ഹിസ്ബുള്ളയാണ് ലക്ഷ്യമിട്ടത്. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാൻ്റെ പ്രോക്സീസ് ആണ്, അല്ലെങ്കിൽ ഇറാൻ്റെ പിന്തുണയുള്ള വിഭാഗമാണ്. ആ യുദ്ധം നീണ്ടുനിന്നത് ഇത് 8-ാമത്തെ ദിവസമുള്ളൂ, 30 ദിവസം നീണ്ടുനിന്നു. 30-ാമത്തെ ദിവസം സൗത്ത് ലെബനൻ ഇസ്രായേൽ ആക്രമിക്കുന്ന അന്നും തിരിച്ച്
അന്ന് ഹിസ്ബുള്ളയ്ക്ക് മിസൈൽ അയക്കാൻ കഴിഞ്ഞു. 30 ദിവസം ആ മിസൈൽ അറ്റാക്ക്, പരസ്പരമുള്ള വ്യോമാക്രമണം നീണ്ടുനിന്നു. ഇസ്രായേൽ ലെബനൻ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം നീണ്ടുനിന്നു. എന്തായിരുന്നു അതിൻ്റെ എൻ പ്രൊഡക്റ്റ്? അവർക്ക് ഈ സംവിധാനത്തെ, അതായത് ഹിസ്ബുള്ളയ്ക്ക് ഒരുപാട് പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞു, പക്ഷേ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. ഈ യുദ്ധത്തിന് ശേഷം, ഈ 30 ദിവസത്തിന് ശേഷം 2006 ഓഗസ്റ്റ് 17 എക്കണോമിസ്റ്റ് ഒരു കവർ സ്റ്റോറിയോടെയാണ് പുറത്തിറങ്ങിയത്. ആ കവർ സ്റ്റോറിയുടെ തലക്കെട്ട് നസ്രല്ല വിൻസ് ദ വാർ എന്നായിരുന്നു. നസ്രല്ല വിജയിച്ചു എന്ന് അമേരിക്കയിൽ നിന്ന് പുറത്തിറങ്ങുന്ന എക്കണോമിസ്റ്റ് കവർ സ്റ്റോറി എഴുതി. 2006 ഇതേ ഇസ്രായേൽ, അന്ന് യഹൂദ് ഓൾമർട്ടായിരുന്നു ഇസ്രായേലിൻ്റെ നായകൻ. അപ്പോൾ ഇസ്രായേൽ ഈ എല്ലാ യുദ്ധവും വിജയിക്കുന്ന രാഷ്ട്രമാണ് എന്ന തെറ്റിദ്ധാരണയൊന്നും വേണ്ട. 2006 ചരിത്രം. 2000 സൗത്ത് ലെബനനിൽ നിന്ന്, അന്ന് യഹൂദ് ബാരക്കായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി, അന്ന് ഇസ്രായേലിന് സൗത്ത് ലെബനനിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. 2005 അന്ന് ഏരിയൽ ഷറോണിൻ്റെ കാലത്ത് ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങി. അത് സെക്കൻഡ് ഇൻതിഫാദ 2വിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ളതിൽ ഇസ്രായേലിന് പിൻവാങ്ങേണ്ടി വന്നു. ഈ മേഖല എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രവചനങ്ങൾക്ക് വഴങ്ങുന്ന ഒന്നും സമം 2 എന്നുള്ള മട്ടിലേ അല്ല. ഇസ്രായേൽ പല ഘട്ടങ്ങളിൽ തുടങ്ങുകയും പിൻവാങ്ങുകയും ചെയ്ത ചരിത്രം സമീപകാലത്ത് പോലും ഉണ്ട്. ഹിസ്ബുള്ളയ്ക്ക് പുതിയ നേതൃനിര വന്നു, അത് നസീം ഖാസിമാണ്. പക്ഷേ നസീം ഖാസിമിനെ സംബന്ധിച്ച് ഇറാന്റെ ഒരു നിഴലായി നിൽക്കാൻ ഈ പുതിയ നേതൃനിര ആഗ്രഹിക്കുന്നില്ല എന്നൊരു പോയിന്റ് കൂടിയുണ്ട്. അവർക്ക് നേരത്തെ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഹസൻ നസറുള്ള നിന്നത്, അതുപോലെ ഇറാന്റെ ഒരു ഷാഡോ ആയി നിലനിൽക്കാൻ പുതിയ നേതൃനിര ആഗ്രഹിക്കുന്നില്ല. അതിനു പകരം സ്വന്തമായ ഒരു ബേസ് ഉണ്ടാക്കാനാണ് പുതിയ നേതൃനിര ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എത്രത്തോളം, ഇപ്പം നേരത്തെ ഹൂത്തികളുടെ ഒക്കെ കാര്യം പറഞ്ഞു, ഹൂത്തികളാണ് ചെങ്കടലിൽ കുറച്ചുകൂടി ആധിപത്യമുള്ളത്. അപ്പം അവരുടെ ഒരു സപ്പോർട്ട് കിട്ടിയാൽ പോലും അവരെ സംബന്ധിച്ച് കഴിഞ്ഞ 2 വർഷമായി ഈ ഇറാനും ഇസ്രായേലും അതോടൊപ്പം അമേരിക്കയും നടത്തുന്ന തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ സാമ്പത്തിക ഭദ്രത ഇല്ലാതാക്കുന്നുണ്ട് ഹൂത്തികൾക്ക്. അപ്പം ആ ഒരു സമയത്ത് എങ്ങനെ ഇറാന് വന്ന് ഈ സായുധ സംഘടനകളാണ്, ഇറാനൊപ്പം നിന്ന സംഘടനകളാണ്, പക്ഷേ ഇനി എത്രത്തോളം സഹായിക്കാൻ കഴിയും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഒരു തലം കൂടിയുണ്ട്. നമ്മൾ ഈ ജിയോ പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ രാജ്യാതിർത്തികളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല ഇക്കാര്യങ്ങൾ. ഇപ്പോൾ ഷിയ ക്രസന്റ് എന്ന അറിയപ്പെടുന്നത്, അതായത് അത് തെഹ്റാൻ, ബാഗ്ദാദ്, ബെയ്റൂട്ട്, ദമാസ്കസ്, ഇതാണ് ഷിയ ക്രസന്റ് എന്നറിയപ്പെടുന്നത്. ഷിയ വിഭാഗങ്ങൾക്കുള്ള എന്താ പറയുക, വലിയ ഭൂമിശാസ്ത്രപരമായ അഡ്വാൻറ്റേജ് ഉള്ള സ്ഥലങ്ങൾ. അത് വിവിധ രാഷ്ട്രങ്ങളായി ചിതറിക്കിടക്കുന്നതാണ്. അതായത് ഇറാൻ, ഇറാഖ്, സിറിയ, ലെബനൻ, ഈ 4 രാഷ്ട്രങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഈ ഷിയാക്കളുടെ മൊത്തം ആത്മീയാചാരനാണ് അയത്തുള്ള ഖമൈനി എന്നുള്ള കാര്യം മറന്നുപോരുത്. അവർക്ക് ആ നിലയ്ക്ക് ഇതൊരു രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്നുള്ളതിനപ്പുറത്ത് ഇതിന് വൈകാരികവും മതപരവുമായിട്ടുള്ള മാനങ്ങളുണ്ട്. അത് ചരിത്രപരമായിട്ടുള്ള ചില വസ്തുതകളുണ്ട്. ഇസ്ലാമിൻ്റെ 3rd ഹോളിയസ്റ്റ് പ്ലേസ് ആണ് ജെറൂസലേം. അപ്പോൾ അത് തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അധീനത നമുക്കായിരിക്കുക തുടങ്ങിയ അങ്ങേയറ്റം മതവൈകാരികമായ പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഈ രാഷ്ട്രങ്ങളുടെ അധീനതയിലോ അല്ലെങ്കിൽ രാഷ്ട്രങ്ങളുടെ അതിർത്തി സംബന്ധിച്ച വിഷയങ്ങളിലോ മാത്രം ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് എളുപ്പത്തിൽ ഇപ്പോൾ ഇറാനിൽ ഒരു പക്ഷേ ഈ യുദ്ധത്തിൻ്റെ അന്ത്യമായ ഒരു റെഷീം ചേഞ്ച് ഉണ്ടായാൽ പോലും ഈ വിഷയം ആത്യന്തികമായി പരിഹരിക്കപ്പെടുകയില്ല. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാം എന്ന തരത്തിൽ അഭിലാഷേട്ടന് തോന്നുന്നുണ്ടോ? ഉണ്ടാവും. ഇപ്പം അദ്ദേഹം ഇപ്പോഴത്തെ റിസ പഹ്ലവി അമേരിക്കയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തിരിച്ചു വരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഈ ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടായപ്പോൾ ഇവർ പലായനം ചെയ്യുകയാണ് ചെയ്തത്. പലായനം ചെയ്ത് ഇപ്പോൾ അമേരിക്കയിലാണ് താമസിക്കുന്നത്. തിരിച്ചു വരാൻ തയ്യാറാണ്. മാത്രമല്ല അവിടെ ഈ ജനാധിപത്യ പ്രക്ഷോഭം ഇറാനിൽ വളരെ ശക്തമാണ്. റിഫോം വേണമെന്ന് ആഗ്രഹിക്കുന്ന യുവതലമുറയിൽപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാരും യുവതികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു, പക്ഷേ അപ്പുറത്ത് ഇസ്രായേൽ നിൽക്കുന്നു എന്ന ഒരു സംഗതി കൂടിയുണ്ട്. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഇതിൽ ചരിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലുമായിട്ട് സമാധാനത്തിൽ പോവുക എന്ന സമീപനം, ഇസ്രായേലുമായിട്ട് ആദ്യം യുദ്ധം ചെയ്ത അറബ് രാഷ്ട്രം ഈജിപ്റ്റായിരുന്നു. ആദ്യം സമാധാനം പാലിച്ചതും ഈജിപ്റ്റാണ്. 1970 ക്യാമ്പ് ഡേവിഡ് അക്കോർഡിന് ശേഷം ഇസ്രായേലും ഈജിപ്തും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ആദ്യത്തെ യുദ്ധം ചെയ്തതും ആദ്യത്തെ സമാധാന സന്ധി ഉണ്ടാക്കിയതും ഈജിപ്റ്റാണ്. ഈജിപ്തിന് ശേഷം ജോർദാൻ വാദി അറബ ട്രീറ്റി 1994 വാദി അറബ ട്രീറ്റി അനുസരിച്ച് ഇസ്രായേലും ജോർദാനും, പിന്നെ യുദ്ധം ഉണ്ടായിട്ടുള്ള ഇസ്രായേൽ ജോർദാനും സമാധാന കക്ഷികളാണെന്ന് മാത്രമല്ല ഇസ്രായേലിനകത്ത്, അതായത് ഈ ജെറൂസലേമിലെ ഈ ഇസ്ലാമിക് സ്ട്രക്ചേഴ്സിൻ്റെ ഉടമസ്ഥാവകാശം ഈ വാദി അറബ ട്രീറ്റി അനുസരിച്ച് ജോർദാനാണ്, ജോർദാൻ ഭരണകൂടത്തിനാണ്. അതുപോലെ തന്നെ UAE അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങൾ, UAE, മൊറോക്കോ അടക്കമുള്ള ആഫ്രിക്കൻ അറബ് രാഷ്ട്രങ്ങളൊക്കെ ഈ ഏറ്റവും സമീപകാലത്താണ് ഏറ്റവും ഒടുവിൽ ട്രീറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്, അബ്രഹാം അക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള സൊല്യൂഷൻസ് സാധ്യമാണ്. അങ്ങനെയുള്ളൊരു സൊല്യൂഷൻ സാധ്യമാവണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇറാനിലൊരു ഭരണമാറ്റം ആവശ്യം വരും. ഒരുപക്ഷെ പഹ്ലവി ഭരണം വീണ്ടും വരികയും ഇറാൻ ഡെമോക്രാറ്റൈസ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്താൽ അങ്ങനെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ പരിഹരിക്കപ്പെടാം. അപ്പോഴും ഈ അശാന്തി, ഈ പറഞ്ഞ മിലീഷ്യകളൊന്നും അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാവില്ലല്ലോ. ആ അശാന്തി ആ കാലത്ത് ഏത് കാലത്തും തുടരും. ഈ പ്രശ്നം അടിസ്ഥാനപരമായി പരിഹരിക്കുന്നത് ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ നമുക്ക് 1, 2, 3 എന്ന മട്ടിൽ സാമുവൽ പി ഹണ്ടിങ്ടൺ പറഞ്ഞതുപോലെ സംസ്കാരങ്ങളുടെ സംഘർഷം കൂടിയാണ്. അത് ഏതെങ്കിലും ഭരണാധികാരികൾ വിചാരിച്ചാൽ അവസാനിക്കുന്ന ഒന്നല്ല.
അതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഇസ്രയേലിൻ്റെ ജൂൺ 9-നുണ്ടായ ആക്രമണത്തിൽ അമേരിക്കയുടെ പങ്ക് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം. ഇറാനും അമേരിക്കയും ആണവ സമാധാന കരാർ രൂപീകരിക്കാൻ ഇരിക്കുകയായിരുന്നു ഈ ഒരു അറ്റാക്ക് നടക്കുന്നത്. ട്രംപ് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് 60 ദിവസത്തിനു ശേഷം 60 ദിവസത്തിനുള്ളിൽ ഇറാൻ ഈ ആണവ കരാറിൽ ഒപ്പുവെച്ചില്ല എങ്കിൽ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ട്രംപ് മുൻകൂട്ടി പറയുന്നുണ്ട്. ഈ ഒരു കാര്യം കൂടെ ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് വെക്കപ്പെടേണ്ടത്. ജൂൺ 9-ന് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് ശേഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മാർക്ക് റൂബിയോ തന്നെ പറയുന്നുണ്ട് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു ഈ ഇറാൻ അറ്റാക്ക് ചെയ്യപ്പെടും, ഇസ്രായേൽ എയർ സ്ട്രൈക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ അവരുടെ സൈനിക കുടുംബങ്ങളെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും തിരിച്ച് രാജ്യത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടത്. യുദ്ധം അവസാനിക്കും എന്നൊരു ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കും എന്നൊരു പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റായി അധികാരത്തിൽ വരുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊരു ലക്ഷ്യം പൂർത്തീകരിക്കുവാനും. പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് നിറവേറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മാഗ പ്രൊജക്റ്റിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മൂവ്മെൻറ്റിൽ വിള്ളലുകളും വീഴുകയാണ്. അല്ല, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാചകം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ ഇസ്രായേൽ ലോകത്തോട് പറയുന്നു ഇറാൻ ബീർഷബയിലെ ഞങ്ങളുടെ ആശുപത്രി ആക്രമിച്ചു, നോക്കൂ ഇതൊരു യുദ്ധ കുറ്റകൃത്യമാണ് എന്ന്. ശരിയാണ്, ആശുപത്രി ആക്രമിക്കുന്നത് യുദ്ധ കുറ്റകൃത്യമാണ്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിന് കണ്ണാടി നോക്കി അത് പറയാൻ പറ്റുമോ എന്നൊരു പ്രശ്നമുണ്ട്. ഒക്ടോബർ 7-ന് ശേഷം 697 തവണയാണ് ഗാസയിലെ ഹെൽത്ത് ഫെസിലിറ്റീസിനെ വീണ്ടും വളരെ പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ ശിശു പരിചരണ വിഭാഗം, നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം വരെ ഗാസയിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഇസ്രായേലാണ് ഞങ്ങളുടെ ആശുപത്രി തകർത്തത് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ് എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള ഇതുപോലെയുള്ള സിവിലിയൻ ടാർഗറ്റുകൾ ലക്ഷ്യം വെക്കുന്നതും മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ്. അത് സ്വന്തം തടിക്ക് കൊള്ളുമ്പോൾ മാത്രം ഓർക്കേണ്ട കാര്യമല്ല. തീർച്ചയായും. കാരണം ഇപ്പം ഗാസ നേരത്തെ പറഞ്ഞ പോലെ 2023 ഒക്ടോബറാണ് ഒരുപക്ഷെ ഇതിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഇത് യുദ്ധക്കുറ്റമാണ്. ആശുപത്രികൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട 2 ആശുപത്രികളാണ് ഇറാന്റെ ആക്രമണത്തിൽ തകർന്നത്. അപ്പം സ്വന്തം നേരത്തെ പറഞ്ഞ പോലെ അവനവന് പറ്റുമ്പോൾ അതൊരു യുദ്ധക്കുറ്റവും മനുഷ്യർക്ക് നേരെയുള്ള ആക്രമണമൊക്കെ ആകും. ദിവസങ്ങളിലും ഗാസയിൽ കടുത്ത ആക്രമണം ഉണ്ടായിരുന്നു. ഗാസയിൽ ഒന്നും അവശേഷിക്കുന്നില്ല. ഗാസ ഒരു ശ്മശാന ഭൂമിയായി മാറിയിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അടക്കം ആക്രമണം ഉണ്ടായതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ 700-നടുത്ത ആശുപത്രികൾ അവിടുത്തെ ഗാസയിലെ ആശുപത്രികൾ എന്തിനാണ് ഈ രീതിയിലുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സ നൽകാനാണല്ലോ അവിടെ. അതിൽ നേരത്തെ പറഞ്ഞ നവജാത ശിശുക്കളുടെ പരിചരണ വിഭാഗം പോലും തകർക്കുകയാണ്. അപ്പോൾ അതന്ന് യുദ്ധക്കുറ്റമല്ല, അതന്ന് ആരും ചോദ്യം ചെയ്യുന്നില്ല, അതിനെ ആർക്കും എതിർക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇസ്രായേലിന്റെ ഒരു ആശുപത്രി, ആ ആശുപത്രിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യമാണ്. ആ 2 ആശുപത്രികളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചതിന് ശേഷമാണ് അവിടെ കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് മാത്രമാണ് യുദ്ധം വീറ്റോ ചെയ്യാൻ കഴിയുക. തീർച്ചയായും സമാധാനമാണ് പ്രധാനം. അത് എത്രയും പെട്ടെന്ന് പുലരട്ടെ എന്ന് പ്രത്യാശിക്കും.